ഹായ് ഹാൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. ഇപ്പോൾ റമദാന് രണ്ടാമത്തതാണ് കേട്ടോ. ഒന്ന് കഴിഞ്ഞു അൽഹംദുലില്ലാ. ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വൈകുന്നേരം നോമ്പറഞ്ഞതിന് ശേഷം നല്ല മഴയും പെയ്തു. നിങ്ങളവിടെയൊക്കെ പെയ്തിക്കണോ എന്തോ അറിയില്ല, പക്ഷെ ഇവിടെ നല്ല പെയ്തു. വീട് പണി മുറ്റപ്പണി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ പെയ്യണത്. അപ്പോൾ എന്താണ് റോട്ടുമെന്ന് വെള്ളമൊക്കെ കൂടി വന്നിക്കാണ്ട് ആകെ പ്രശ്നമായിട്ടാ. റോട്ടുമെന്ന് മണ്ണും ചളിയൊക്കെ കൂടി ലാസ്റ്റ് വീടാണ് ഞങ്ങളത്. അപ്പം അങ്ങനെ അവിടുന്ന് മേലെന്ന് എല്ലാം കൂടി വെള്ളം വന്നിട്ട് ആകെ പ്രശ്നമായപ്പോൾ രാവിലെ എണീറ്റുകാണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയും നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ 4 മണിക്കാണ് ഇറങ്ങണത് കിച്ചണിക്ക് കേട്ടോ. വെല്ലമോള് വെള്ളം കലക്കുകയാണ്. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. ഇനി നേരം വൈകിയതുകൊണ്ട് ഭയങ്കര ഒന്നും എടുക്കാനൊന്നും കഴിയണില്ല, ഒരു സുഖമില്ല. രാവിലെ തൊട്ട് ഒരു 11 മണി വരെ പണിയെടുത്തു കേട്ടോ. പുറത്ത് ഈ മേലെന്ന് റോട്ടിൽ നിന്ന് വെള്ളം വന്നിട്ട് ആകെ ചളിയും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ശരിയാക്കി ചെളികളൊക്കെ ഒന്ന് ഒഴിവാക്കി. അങ്ങനെ കുറേ ദിവസം നോമ്പ് നോറ്റതല്ലേ, അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ആകെ ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ എളുപ്പമുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിക്കാണ്ട് തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് പൊരിക്കടി പണക്കിഴി ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഐറ്റംസുകളൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു കൂട്ടന്നെയാണ്, പക്ഷേ അതേ മോഡൽ എല്ലാം അങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കാറുണ്ട്, അങ്ങനെ പല മോഡലും ആക്കിയതാണ് കേട്ടോ. ഒരു കൂട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സമൂസ കൂട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് പല മോഡലും ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൽ വെറൈറ്റി ആയിട്ടൊന്നുമില്ല, സാധാ ഉണ്ടാക്കണത് തന്നെയാണ് ഇപ്പം പ്രാവശ്യം ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഉണ്ടാക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല പൊരിക്കടിയൊന്നും. മനുകാക്കയും ഷാലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഉഷാറില്ല. എന്നാലും അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നുണ്ട്. വിഷമങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ഉണ്ട് തള്ളി നീക്കി പോകുന്നുണ്ട്. അപ്പോൾ അവരില്ലാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ പൊരിക്കടികൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ എളുപ്പമുണ്ടല്ലോ. ഇനി പത്തിരിയൊക്കെ ഉണ്ടാക്കി ആകാം, അല്ലെങ്കിൽ ക്ഷീണിച്ച് നിൽക്കുകയാണ്. അപ്പം ഇനി പത്തിരി ഉണ്ടാക്കാനുള്ള ഒരു ഉഷാറില്ല. അപ്പോൾ പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അതുണ്ടാക്കണം. ആദ്യം പൊരിക്കടിമ്പക്കാണ് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി പെലച്ചക്ക് നെയ്ച്ചോറ് തന്നെ മതിയല്ലോ, അപ്പോൾ ചോറ് വെക്കണില്ല. അപ്പം അങ്ങനെ നെയ്ച്ചോറ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഇനി പൊരിക്കടി വെള്ളമൊക്കെ കുടിച്ചാൽ പിന്നെ ഫ്രൂട്ട്സും തിന്നാൽ പിന്നെ അങ്ങനെ വല്ലാതെ കഴിക്കാൻ വേണ്ട. അപ്പം പിന്നെ അത് നെയ്ച്ചോറ് വെറുതെ ഒന്ന് ഉണ്ടാക്കിയെന്നുള്ളൂ. ഇനി അഥവാ വിശക്കുണ്ടെങ്കിൽ അത് കഴിക്കും ചെയ്യുക വിചാരിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ പെലച്ചക്കും കഴിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ അല്ലെങ്കിൽ മനുകാക്ക ഉണ്ടായാൽ പിന്നെ സാധാ ചോറ് തന്നെ നിർബന്ധം കേട്ടോ. എങ്ങനെ ആയാലും ചോറ് വേണമെന്ന് പറയും. ചോറും കറിയും മീനും ഒക്കെ വേണം കേട്ടോ, ഉപ്പേരിയും എല്ലാം വേണം. അൽഹംദുലില്ലാ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു മനസ്സിനൊരു ഇബാദത്തിൻ്റെ ഒരു ഇതായിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് റമദാനല്ലേ, ആ ഒരു ചിന്തയായിട്ട് ഇങ്ങനെ പോവുക. ഒന്നും ഒരു ഉഷാറില്ല ഒന്നും ഉണ്ടാക്കാനൊന്നും. പക്ഷെ പിന്നെ വീഡിയോ ഇടണോണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ, അപ്പം അത് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇടാന്ന്. പിന്നെ വെല്ലമോള് പറഞ്ഞ് പൊരിക്കടി ഉണ്ടാക്കിയാൽ മതി, ചായക്കടി ഒന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണോള്. പക്ഷെ നമുക്ക് പൂർത്തികേടാണല്ലോ, കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പൊരിക്കടി മാത്രം കഴിച്ചുകൊണ്ട് കിടക്കുന്നതിനായിട്ടും നല്ലത് ഒരു രാത്രി ചോറിന് കാണ്ട് കിടക്കുമ്പോൾ ഒരു വേഴ വട്ടാണല്ലോ കുട്ടികൾക്കൊക്കെ. അപ്പം അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ, കടിയൊക്കെ ആയിട്ട് കുറച്ച് പൊരിക്കടിയൊക്കെ ഉണ്ടാക്കണുള്ളൂ. ആരെ കഴിക്കാൻ ആരും ഇല്ലല്ലോ, കുറച്ചായിട്ട് ഉണ്ടാക്കും ചെയ്യണം. പൊരിക്കടി ഇല്ലാഞ്ഞാൽ ഒരു രസവും ഇല്ലേനു കേട്ടോ, അല്ലാതെ വേറൊരു ഇതാണ്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒരു ഐറ്റം തന്നെ വെക്കാറുള്ളൂ കേട്ടോ. ചിലപ്പം കഴിക്കും ചിലപ്പം കഴിക്കില്ല. അപ്പോൾ അങ്ങനെ ആയിട്ട് വെറുതെ കേട് വരുത്തി കളയാൻ പാടില്ലല്ലോ. അപ്പോൾ കുറച്ച് അത്യാവശ്യം മാത്രം ഉണ്ടാക്കുക, കഴിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ തിന്നാനല്ലല്ലോ ഇപ്പോൾ അധികം. ഈ റമദാൻ പറഞ്ഞാൽ അതിനല്ലല്ലോ. റമദാൻ നമ്മൾ ഇബാദത്ത് ചെയ്യാനും
മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്തായാലും ഫുഡും കാര്യമൊക്കെ വേണം വൈകുന്നേരം. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കി അൽഹംദുലില്ലാ നോമ്പുകളൊക്കെ പൂർത്തിയാക്കുക. അത്രയൊക്കെ തന്നെ ഉള്ളു പറയാനുള്ളത് കേട്ടോ. പിന്നെ മോള് ഇതുണ്ടാക്കണ കണ്ടപ്പോൾ തുടങ്ങിക്കണം എനിക്ക് വേണം അപ്പോൾ ഇത് പൊരിക്കട്ടെ അറിഞ്ഞാണ്ട് ഓളെ അങ്ങനെ അടക്കി നിർത്തിയതാട്ടോ. അപ്പോൾ ഇതിനോള് സ്റ്റൂളും കാര്യങ്ങളൊക്കെ എടുത്തുകാണ്ട് എനിക്ക് കാണണം എന്ന് പറഞ്ഞാണ്ടേ ഓള് അതിന് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പൊരിച്ച് ഒന്നോ അല്ലെങ്കിൽ ഒന്നിൻ്റെ പകുതിയൊക്കെ കഴിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഈ റമദാനിലല്ലേ ഇപ്പോൾ അധികം ഇങ്ങനത്തെ പൊരിക്കടിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ കുട്ടികൾക്കും തന്നെ ഒരു രസമാണ് നോമ്പറക്കണ സമയത്ത് എല്ലാവരും കൂടി കലപില ചുട്ടിങ്ങനെ എല്ലാവരും കൂടി രസമാണല്ലോ. ആശുമാനക്ക് പൊരിക്കടി വേണം. ഇന്നെന്താ പൊരിക്കടി സ്പെഷ്യൽ എന്താണെന്നാണ് ചോദ്യം സ്കൂൾ തന്നേക്കാണ്. അപ്പം ഇനി ഓനക്കും പൊരിച്ചിക്കാണ്ട് കൊടുക്കണം. സ്കൂളിട്ട് വന്ന പാടാണ്. അപ്പോൾ സൈക്കിൾ ഓട്ടണം ഓന്. വൈകുന്നേരമായാൽ പിന്നെ എല്ലാവരുടെ വീട്ടിലും ഒരു ജഗ പുകയിക്കാറല്ലേ. കുട്ടികളും മക്കളും പണിയും തിരക്കും ഒക്കെ ആയിട്ട് രാവിലെ ഒന്നും ഒരു ഒച്ചപ്പാടേ ഉണ്ടാവില്ല. വൈകുന്നേരം ആയാലും അവിടുന്ന് സീപ്പൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കാം. കൂക്കണ സൗണ്ടൊക്കെ കുക്കറിൻ്റെയൊക്കെ. അങ്ങനെ ഇവിടുന്ന് ഒരു കൂക്ക് കൂക്കുമ്പോൾ അവിടുന്ന് ഒരു കൂക്ക് മത്സരമാണ് കൂക്കൊക്കെ ഇട്ടാ അയൽവാസികളുടെയൊക്കെ കൂടി. ബാക്കി ഇനി പെല്ലമോൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പൊരിക്കാൻ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പൊരിക്കൽ തുടങ്ങുകയാണ് കേട്ടോ. അത് പൊരിക്കൽ കഴിഞ്ഞിട്ട് വേണം ഇനി നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാൻ. ചിക്കനവിടെ വെള്ളത്തിൽ കിടക്കുകയാണ്. ഇനി അതൊന്ന് കഴുകിയാണ്ടൊന്ന് കുക്കറിൽ തന്നെ വെക്കണം വിചാരിച്ചു. ഇന്ന് അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയല്ലോ. അപ്പം പെട്ടെന്ന് കുക്കറിലായതുകൊണ്ട് പിന്നെ പെട്ടെന്നാവും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. നെയ്ച്ചോറുക്ക് പപ്പടം പൊരിക്കണം, പിന്നെ സലാഡും ഉണ്ടാക്കണം കേട്ടോ. തൈര് ചെയ്യാണ്ടല്ല, സുർക്ക ഇട്ട് സലാഡാക്കിയാണ്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഈ പൊരി കണ്ട് കഴിഞ്ഞ് മാറ്റി വെച്ചാൽ ബാക്കി കാര്യങ്ങൾ പിന്നെ ചെയ്യാമല്ലോ. നമ്മൾ എന്തൊക്കെ ഇങ്ങനെ നുള്ളിപ്പെറുക്കി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ പെട്ടെന്നുണ്ട്. വെള്ളം പിന്നെ അവൾ കലക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ടാങ്കാണ് ഇന്ന് കലക്കിയിട്ടുണ്ട്. ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ പൊരിക്കടി ഉണ്ടല്ലോ എരിവുള്ളതാവുമ്പോൾ, അപ്പം അങ്ങനെ അതും ഉണ്ടാക്കിയാണ്. ഇന്നലെ പിന്നെ ഉള്ളിവടയാണ് ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ ഇതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എന്താ കാട്ടുന്നത്? അതുകൊണ്ട് മണ്ണിട്ട അപ്പൊ അപ്പ ഇങ്ങനെ ആക്കൂല. ഇജ്ജോടുക്ക് ഓടി കഴിച്ചിട്ട് പുറത്ത് പോയില്ല. ഇവിടെ പുറത്ത് വയ്യ ഇവിടെ നോമ്പില്ലപ്പക്ക് എത്ര നോക്കൂ? രണ്ടെണ്ണോ? ഇത്ര എളുപ്പോ? എന്താക്കറിയോ? എന്താണ് മഷ്റൂമാ? എന്ത് ഇതെന്താ സാധനം? വല്ലാതെ അടുത്തേക്ക് വരണ്ട, കുട്ടി തോച്ചു. ഓടിക്കോ 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 ഓടിക്കോ. പല
ചോട്ടാൻ അറിയില്ലല്ലേ? അത് ചോട്ടാൻ അറിയില്ലല്ലോ. ഇവിടെ വാ, ഇവിടെ വാ. കണ്ണിമ്പ് കണ്ണിമ്പ് കയ്യാട്ടെ കയ്യാട്ടെ കയ്യാട്ടെ, രണ്ട് കയ്യും കാട്ടെ, രണ്ട് കയ്യും രണ്ട് കയ്യും രണ്ട് കയ്യും കണ്ണിമ്പ നീ കൈ ഇട്ട കണ്ണിമ്പ വലിയ എക്സ്പ്രഷൻ ഉണ്ടായില്ല, കുറെ പ്രതീക്ഷിച്ചു. വേണമെങ്കിൽ ഞാൻ തുറന്നിടട്ടെ എന്നെ, അതിന്റെ തലയിൽ ഇടട്ടെ അതിനെ. അതിനെ പേടിച്ചിട്ടാണ് ഇപ്പൊ മുടി കെട്ടി നടക്കണ്ട്. തലയിൽ കിട്ടെടുക്കട്ടാ. അങ്ങനെ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്, പിന്നെ ചിക്കൻ കറിയും ഇതാ ആയിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ബാങ്ക് കൊടുക്കാനായി ഫലങ്ങൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ബാങ്ക് വിളിക്കാനായി അപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോസിൽ കാണാം ഇൻഷാ അല്ലാ. എന്ത് ക്ലാസ് ഒരുക്കിട്ടില്ല.